കഴിഞ്ഞ വർഷം മലയാള മനോരമയില് വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വാക്കാണ് ജെൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെന്റ് തെരേസ് ഹൈസ്കൂളില് ഭൂരിഭാഗവും ജെൻസിയും ജെൻ ആൽഫയുമാണ്. കാരണം ജെൻസി എന്ന് പറയുമ്പോൾ അവരുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ശക്തി, അതായത് നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ ഭരണകൂടങ്ങളെ തന്നെ അവരുടെ നിലപാടുകൾ കൊണ്ട് താഴെ ഇറങ്ങിയ ശക്തിയാണ്. അപ്പോൾ അത് ഈ സെന്റ് തെരേസ് ഹൈസ്കൂളിൽ ജെൻസി ജെൻ ആൽഫ ആ രണ്ട് തലമുറയും ഉണ്ട്. അപ്പോൾ അതിൽ അവരുടെ നിലപാടുകൾ കൊണ്ട്, തീരുമാനങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, വാക്കെന്ന് പറയുമ്പോൾ ഡെലുലു, സൊലുലു, പൂക്കി, തൂക്കി, സ്കിബിഡി എന്നീ വാക്കുകൾ. അപ്പോൾ എനിക്ക് ജെൻസിയോട് എന്ന് പറയാനുള്ളത് ബി സ്മാർട്ട് എന്നതിനേലും ബി കൈൻഡ്, നന്മയുള്ള, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, നല്ല ഹൃദയമുള്ള, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമുള്ള വ്യക്തികളായിട്ട് മാറുക എന്നുള്ളത്. അതുപോലെ തന്നെ പേരൻസിനോട് എനിക്കൊരു പറയാനുള്ളത് ഹെലികോപ്റ്റർ പാരന്റിങ്ങിനെയും ലൈറ്റ് ഹൗസ് പാരന്റിങ്, അതായത് നമ്മൾ നമ്മുടെ മക്കളെ ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യാതെ, ഓവറായിട്ട് ഇൻവോൾവ് ചെയ്യാതെ, അവർക്ക് സ്വന്തമായിട്ട് പ്രോബ്ലം സോൾവിങ് സ്കിൽസും തോൽവികളെ അതിജീവിക്കാനും തോൽവിയെ നല്ല രീതിയിലുള്ള നിലപാടോടുകൂടി നേരിടാനും ഒക്കെ ആ ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ വളർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിദ്യാലയത്തിൽ നിന്ന് സമൂഹത്തിനും നാടിനും അനുഗ്രഹമാകുന്ന, ബ്ലെസ്സിംഗ് ആകുന്ന, നന്മയുള്ള, നല്ല ഹൃദയമുള്ള, കമ്പാഷനേറ്റ്, ആർദ്രത, കരുണ, ദയ, വിനയം, താഴ്മ, നന്ദിയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.